ഹലോ വെൽക്കം ബാക്ക് നയാഗര ആഫ്രിക് ഗരാജ്. ഇവരാണ് നമ്മുടെ രണ്ടാമത്തെ RC കാർ നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോണത്. അപ്പോൾ നമുക്ക് ഇത് ഡെലിവറി വന്നപ്പോൾ ഇങ്ങനെ ഒരു കാർബോർഡ് ബോക്സ്, ഇതിന്റെ മുകളിൽ നമുക്ക് ജസ്റ്റ് അഡ്രസ്സ് കാര്യങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനത്തെ ഒരു കവറായിരുന്നു. വേറെ വണ്ടിയിലായിട്ടുള്ള ഒരു ബോക്സോ കാര്യങ്ങളോ ഇവന് ഡെലിവറി ചെയ്തപ്പോൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് ഇവനെ കാണാം. ഓക്കെ, ഇതാണ് നമ്മുടെ കുഞ്ഞൻ ഓഫ് റോഡ് ഐറ്റം. അപ്പൊ ഇതാണ് നമ്മുടെ ആ കുഞ്ഞൻ ഓഫ് റോഡർ വണ്ടി. അപ്പൊ നമുക്ക് ഇവന്റെ ബോക്സ് തുറന്നപ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടി നോക്കാം. അപ്പൊ നമുക്ക് ഫസ്റ്റ് ആയിട്ട് നമുക്ക് ഇവന്റെ റിമോട്ട് കാര്യങ്ങളാണ്. അത് നേരത്തെ ആദ്യത്തെ വണ്ടിയിലുണ്ടായ പോലെ തന്നെ ഒരു സ്റ്റിയറിംഗ്, ഫോർവേഡ് ബാക്ക്വേഡ്, 2 ബാറ്ററി സ്ലോട്ട്, ഇത്ര തന്നെയാണ് ഇതിൽ വരുന്നുള്ളൂ. പിന്നത്തെ ഉണ്ടായതാണ് ഇങ്ങനെ ഒരു കവർ. ഇതില് വരുന്നത് ഒരു സ്ക്രൂ ഡ്രൈവർ കാര്യങ്ങളാണ്. പിന്നെ ബാറ്ററി, പിന്നെ ഇത് നമുക്ക് ബാറ്ററി ചാർജ് ചെയ്യാനുള്ള ഒരു USB പിൻ പോലത്തെ ഒരു സെറ്റപ്പ്. ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ വന്നിട്ടുള്ളത്. ഇതിന്റെ ബാറ്ററി എന്ന് പറയുന്നത് 2000 mAh ബാറ്ററി, 4.8 വോൾട്ട് ബാറ്ററിയാണ്. അപ്പൊ ഏകദേശം ഇതിൽ കൊടുത്തത് ഏകദേശം ഒരു 30 മിനിറ്റ് നമുക്ക് ഇതിട്ടിട്ട് റൺ ചെയ്യിക്കാം ഫുൾ ചാർജിൽ. ഇത് ഫുൾ ചാർജ് ആവാനായിട്ട് ഏകദേശം ഒരു 90 മിനിറ്റ് വേണം. ഏകദേശം 1 hour വേണം ഇത് ചാർജ് ആയിട്ട്. അത് 30 മിനിറ്റ് കൊണ്ട് നമുക്ക് ഓടിച്ച് തീർക്കുകയും ചെയ്യാം. ഓക്കെ, പിന്നത്തെ പറയാനുള്ളത് നമ്മുടെ ഈ ഓഫ് റോഡ് ഐറ്റത്തിനെ കുറിച്ചാണ്. ഇത് നല്ല അടിപൊളി ഡിസൈനിൽ ഇവർ ചെയ്തിട്ടുണ്ട്. ഫുൾ ബ്ലാക്ക് ആണ് ഞാൻ എടുത്തത്. പിന്നെ ഫുൾ മെറ്റൽ ഫ്രെയിം ആണ് ഇത് മൊത്തത്തിലുള്ളത്. പിന്നെ എനിക്ക് പറയാനുണ്ട്, ഇതിൻ്റെ ഉള്ളിൽ 2 ആൾക്കാരെ അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു 3 ഹെഡ്ലൈറ്റ്, അത് ഡെമോ ആണ്, കത്തൊന്നുമില്ല, അതിങ്ങനെ വെറുതെ ബെങ്ങിക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിന്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇവന്റെ ഷോക്ക് അബ്സർ ആണ്. അടിപൊളി സാധനം. ഏത് മലയും കാടും കുന്നും കയറി ഇറങ്ങാൻ പറ്റിയ രീതിയിലാണ് ഇവർ ചെയ്ത് വെച്ചിട്ടുള്ളത്. പിന്നെ ഇതില് 2 മോട്ടർ വരുന്നുണ്ട്. ഒന്ന് ഈ കാണുന്നത്, ഒന്ന് പിന്നെ ഇവിടെ, പിന്നെ ഒരു ചെറിയ മോട്ടറും കൂടി ഉണ്ട്. അത് ഈ ഇതിന്റെ സ്റ്റിയറിംഗ് കാര്യങ്ങൾ തിരിയുമ്പോൾ ഈ ടയർ കാര്യങ്ങൾ തിരിക്കാനായിട്ട് ഒരു ചെറിയ മോട്ടർ ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് സൗണ്ട് കേൾക്കാൻ പറ്റും തോന്നണം. പിന്നെ ഇതിന്റെ 4 ടയർ വരുന്നത് റബ്ബറിലാണ്. ഈ 4 ടയറും കൊടുത്തത് അത്യാവശ്യം നല്ല ഗ്രിപ്പിലാണ് ഈ ടയർ ഡിസൈൻ ചെയ്തത്. ഒരു ടോയ് കാർ എന്ന നിലയിൽ ഏറ്റവും ടോപ്പിലാണ് ഇതിന്റെ ടയറൊക്കെ കൊടുത്തിട്ടുള്ളത്. ഇത് ഇവിടെയാണ് ഇതിന്റെ ബാറ്ററിയും കാര്യങ്ങളും ഇടേണ്ടത്. അപ്പൊ ഇതാണ് നമുക്ക് കണക്ട് ചെയ്യേണ്ട ബാറ്ററി കാര്യങ്ങള്. ഇതിലൊരു ബാറ്ററി സ്ലോട്ട് വരുന്നുണ്ട്, അതിലേക്കാണ് നമ്മൾ കണക്ട് ചെയ്യാൻ പോണത് കേട്ടോ. ഇവന്റെ പ്രൈസും കാര്യങ്ങളും എനിക്ക് തോന്നുന്നു ഇവിടുത്തെ കാനഡയിൽ വെച്ചിട്ട് ഒരു $20 വരുന്നുണ്ട്. നാട്ടിൽ ഒരു 1200, ഏകദേശം നാട്ടിൽ 1500 രൂപ വരുന്നുണ്ട്. ഞാൻ ഫ്ലിപ്കാർട്ടിലൊക്കെ നോക്കിയപ്പോൾ ആ പൈസയ്ക്ക് അടിപൊളി ഉഗ്രൻ ടോയ് കാറാണത്. ഇതൊരു ടോയ് ഗ്രേഡ് കാറാണെങ്കിലും ഇവൻ്റെ പെർഫോമൻസ് ഒക്കെ നല്ല അടിപൊളിയാണ്. അപ്പോൾ നമുക്ക് ഇവൻ്റെ പെർഫോമൻസും കാര്യങ്ങളിലേക്ക് പോവാം. ഓക്കെ, ചെറിയൊരു ഓഫ് റോഡും പുല്ലും മണ്ണൊക്കെ ആയിട്ട് ഇവൻ്റെ ഒരു റൈഡ് നമുക്ക് കാണാം. ഓക്കെ, ഞാൻ വിചാരിച്ചേ
അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ റോക്ക് ക്രോളറിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ തുടങ്ങുമെന്നുള്ള ചാനൽ, അപ്പോൾ അത് സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സന്തോഷിപ്പിക്കുക, വിജയിപ്പിക്കുക. നിങ്ങളുടെ കൂടുതൽ ലൈക്കുകൾ കിട്ടുന്നതനുസരിച്ചാണ് നമ്മൾ കൂടുതൽ വീഡിയോ ചെയ്യാൻ നമുക്കൊരു പ്രചോദനം ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ ബൈ.